ഹലോ, എല്ലാവർക്കും മനുക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമുക്ക് നല്ല അടിപൊളി പ്രോൺ മസാല കറി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്ലെയിം ഓണിലാണ്. മൺചട്ടി ചൂടാവുമ്പോൾ, മൺചട്ടിയിൽ വയ്ക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് ചൂടാവുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇഷ്ടപ്പെട്ട ഓയിൽ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടാവുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ ചേർത്ത് ഒരു മണിക്കൂർ ഞാൻ പുരട്ടി വെച്ചിരിക്കുകയായിരുന്നു ചെമ്മീൻ. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ചെമ്മീൻ എന്ന് പറയുന്നത് എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം 150 ഗ്രാം ഉണ്ട്. അങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ഫുള്ള് കുക്ക് ചെയ്യണത്. ഒരിക്കലും ഹൈ ഫ്ലെയിം ഇടാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അതായത് നല്ലൊരു ടേസ്റ്റ് വരും. ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് നമ്മളിങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ പ്രോൺ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കത് വേറൊരു ബൗളിലേക്ക് നീക്കി വയ്ക്കാം. നമുക്ക് നീക്കി വയ്ക്കാം. ഇനി അതിനുശേഷം അതേ ചട്ടിയിൽ തന്നെ കുറച്ചുകൂടെ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി അതിലേക്ക് നമ്മുടെ കറിവേപ്പില, ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആ പച്ചമുളക് നെടുകെ കീറി 4 ആക്കി വച്ചിരിക്കുന്നതാണ്. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതൊന്ന് ഫ്രൈ ആവുമ്പോൾ നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതും ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു പച്ച സ്മെല്ല് മാറുന്ന വരയ്ക്കും ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അതിനുശേഷം ഞാനൊരു 18 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചതച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ചതച്ച ചെറിയുള്ളി ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് പറയാണ്ട് തന്നെ അറിയാം, വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അത് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്ന വരയ്ക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അതിനുശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവുമ്പോൾ നമ്മൾ ഒരു വലിയ ഉള്ളി സബോള എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അതുകൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഗ്രേവി നല്ല ജ്യൂസിയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സവോള വേഗം വാടി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കുന്നില്ല അതിൽ. അപ്പോൾ സവോള നന്നായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ നന്നായിട്ട് വഴണ്ടി വരണം അത് സവോള കേട്ടോ. അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറണം. അപ്പോൾ നമുക്ക് ഒരു വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കുക. അപ്പോൾ ആ തക്കാളി നന്നായിട്ട് അതിൽ അലിഞ്ഞ് ചേരും. അതുവരയ്ക്കും നമുക്കൊന്ന് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അടി പിടിക്കരുത്. മീഡിയം ഫ്ലെയിം ആയിരിക്കണം എപ്പോഴും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് വാടിക്കഴിയുമ്പോൾ നമുക്കതിൽ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ എരിവിനനുസരിച്ച് ഞാനിപ്പോൾ 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും 1 സ്പൂൺ വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരയ്ക്കും ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺ ഉണ്ടല്ലോ, ചെമ്മീൻ, അത് ആഡ് ചെയ്ത് കൊടുക്കാം ഏറ്റവും ലാസ്റ്റ്. എന്നിട്ട് അത് എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടൊന്ന് ഒതുക്കി വെക്കാം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. എന്നിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് നമുക്കൊരു 5 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഉപ്പ് പോരായി ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, അത് നോക്കിയിട്ട്. അപ്പോൾ എനിക്ക് പോരായി തോന്നി, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ഉപ്പ് എല്ലാ ഭാഗത്തേക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വെള്ളം ചേർക്കുന്നേ ഇല്ല, വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും. എന്നിട്ടൊരു 1 മിനിറ്റും കൂടെ ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ പ്രോൺ മസാല കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.